മണ്ണകം നരജന്മം പാകിയ മണ്ണകം മണ്ണകം വിത്തുമുളച്ച മണ്ണകം മണ്ണകം നരജന്മം പാകിയ മണ്ണകം മണ്ണകം. കാവ്യാലാപനത്തിൽ ചെറുപ്പത്തിൽ തന്നെ ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട്. വൈലോപ്പിള്ളിയുടെ മാമ്പഴമൊക്കെ ആസ്വാദകരുടെ മനസ്സിൽ ഭയങ്കര ഇടം പിടിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ പാട്ടിലാണോ അതോ കവിതയിലാണോ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയത്, അല്ലെങ്കിൽ ഇഷ്ടം ഏതായിരുന്നു? ബൈജു, എനിക്ക് കവിതകൾ വലിയ ഇഷ്ടമാണ്. കവിതകൾ ഞാൻ കുറച്ചൊക്കെ എഴുതി വെച്ചിട്ടുമുണ്ട്, ആരെയും കാണിച്ചിട്ടൊന്നുമില്ല. എനിക്ക് ചെറുതിലേനെ കവിത എഴുതാനായിട്ടുള്ളൊരു ചെറിയതുണ്ടായിരുന്നു, ഞാൻ ഡയറിയിലൊക്കെ എഴുതി വയ്ക്കുമായിരുന്നു. പക്ഷേ അതുപോലെ തന്നെ കവിത എഴുതിയിട്ട് ഞാനത് ട്യൂൺ ചെയ്യുമായിരുന്നു കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത്. പക്ഷേ എനിക്ക് ഞാനൊരു സംഗീതം ആലപിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് അതിലേക്ക് കൂടുതലായിട്ട് വരാൻ പറ്റിയില്ല. പക്ഷേ എന്നിൽ അത് ഉണ്ടെന്ന് എനിക്ക് അന്ന് ഞാൻ കണ്ടുപിടിച്ചിരുന്നു. ഞാൻ ഡയറിയിലൊക്കെ ചെറിയ ചെറിയ പാട്ടുകളൊക്കെ എഴുതി വയ്ക്കുമായിരുന്നു, ചെറിയ പ്രണയ കവിതകൾ. പക്ഷെ പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, പക്ഷേ പ്രണയ കവിതകളൊക്കെ ഞാൻ എഴുതുമായിരുന്നു. അത് ഞാൻ മറുപടി പറയാം കേട്ടോ, തീർച്ചയായിട്ടും പറയാം. കാവ്യാലാപനത്തിന് എന്താണെന്ന് വെച്ചാൽ ഒരു മ്യൂസിഷ്യൻ അല്ലെങ്കിൽ ഒരു സംഗീതം ആലപിക്കുന്ന ഒരാളാവുമ്പോൾ അവരുടെ വോക്കൽ കോഡ്, ഞാനിപ്പോൾ സംസാരിക്കുന്ന വോക്കൽ കോഡിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വഴി കൂടിയാണ് ഈ പാടുന്ന ശബ്ദം വരുന്നത്. അപ്പോൾ ഇത് ഞാൻ വോയിസ് ട്രെയിനിങ്ങിൽ ഞാൻ മനസ്സിലാക്കിയതാണ്, ഒരു ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞതാണ്. നമ്മളുടെ രണ്ട് വോക്കൽ കോഡിൽ കൂടിയാണ് ഈ ശബ്ദം വരുന്നത്. ഒന്ന് സംസാരിക്കുന്ന ശബ്ദവും പാടുന്ന ശബ്ദവും രണ്ടും വേറെ വേറെ വോക്കൽ കോഡിൽ കൂടിയാണ് വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ വോക്കൽ കോഡ് സംഗീതം ആലപിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വോക്കൽ കോഡിൻ്റെ പൊസിഷൻ അല്ലെ അതിൻ്റെ മോഡുലേഷൻ വ്യത്യാസം വരുന്നത് നമ്മൾ മ്യൂസിക്കലായിട്ട് കൊണ്ടുവരുമ്പോൾ അതിന് സ്വീറ്റ്നെസ് വരും, അല്ലെങ്കിൽ കുറച്ച് മോഡുലേറ്റഡ് വോയിസിലാണ് അത് പാടുന്നത്. കവിത ആലപിക്കുമ്പോൾ നമ്മൾ ഓപ്പൺ വോയിസിലാണ്. അപ്പോൾ ഓപ്പൺ വോയിസിൽ ആലപിക്കുമ്പോൾ അത് വേറൊരു ശബ്ദത്തിലാണ് അത് പുറത്തേക്ക് വരുന്നത്. ഇപ്പം നമ്മൾ ബാലേന്ദ്രൻ ചുള്ളിക്കാടൊക്കെ കവിത ആലപിക്കുന്ന കേട്ടില്ലേ, ഇതിലൊന്നും ഒരു മ്യൂസിക് സംഗീതത്തിൽ അല്ല ഒരു മ്യൂസിക്കൽ ആർട്ടിസ്റ്റിന് ചെയ്യാൻ പറ്റില്ല. അവരുടെ ശബ്ദം വേറൊരു ഇതിൽ കൂടിയാണ് വരുന്നത്. അത് ഞാൻ മനസ്സിലാക്കിയത്, ഞാനൊരിക്കൽ ചങ്ങമ്പുഴ പാർക്കിൽ ഇതുപോലെ തന്നെ ബൈജു പറഞ്ഞ പോലെ അവിടെ കാവ്യാലാപനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പുറത്തുകൂടി ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഞാൻ കൊച്ചുകുട്ടിയുണ്ടായിരുന്നു, കൊച്ചുകുട്ടിയല്ല, ഒരു മാതിരപ്രായമായിട്ടുള്ള സമയത്ത്, പാവാട ഹാഫ് സാരിയൊക്കെ ഉടുക്കുന്ന പ്രായത്തിൽ. അപ്പോൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം എന്നോട് പിന്നീട് ബാലേന്ദ്രൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ, ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പാട്ട് കേട്ട് ഇങ്ങനെ സംഗീതം ആലപിക്കുന്ന കാവ്യാലാപനം നടത്തുന്ന ശബ്ദം, മധുരമുള്ള ശബ്ദം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ കുറച്ചു നേരം അവിടെ നിന്ന് കേട്ടു. അപ്പോൾ ആരാണ് പാടുന്നതെന്ന് കേൾക്കാൻ പോവാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പക്ഷേ പോയില്ല. അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യമുണ്ട്, എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ്. നമ്മളൊരു കുയിൽ പാടുമ്പോൾ എവിടെയാണ് ആ കുയിൽ, ഏത് കുയിലാണ് പാടണതെന്ന് നോക്കാൻ പോയില്ലല്ലോ, നമ്മൾ ആ കുയിലിൻ്റെ പാട്ട് കേൾക്കലുള്ളൂ. അതേപോലെ ഞാൻ ആ പാട്ട് അവിടെ നിന്ന് കുറേ നേരം ആസ്വദിച്ചിട്ട് ഞാൻ തിരിച്ച് പോവുകയാണ് ചെയ്തതെന്ന്. അതെനിക്ക് വലിയൊരു സന്തോഷം തന്നൊരു അനുഭവമായിരുന്നു ബാലേന്ദ്രൻ ഇത് പറഞ്ഞപ്പോൾ. അപ്പോൾ ഞാൻ പറയണം, അങ്ങനെ ഞാൻ പാടിയിരുന്നു. പക്ഷേ ഒരിക്കലും ഞങ്ങൾക്ക് മറ്റുള്ള ഒരു കാവ്യങ്ങൾ അല്ലെങ്കിൽ കവിതകൾ ആലപിക്കുന്ന പോലെ ഒരു പാട്ടുകാരിക്ക് പാടാൻ പറ്റില്ല, പാട്ടുകാരനും പാടാൻ പറ്റില്ല. അതൊരു വലിയ സത്യമാണ്. ഇതറിയാതെ പലരും അവരെ കൊണ്ട് പാടിക്കാൻ നോക്കുമെങ്കിൽ അത് മ്യൂസിക്കലായി പോകും. മ്യൂസിക്കലാകുമ്പോൾ കവിതയുടെ ഭംഗി പോവാണ്. കവിതയ്ക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ആലപിക്കുമ്പോൾ ഒരു ഭംഗിയുണ്ട്. ആ ഭംഗി ഒരു പാട്ടുകാരിയോ പാട്ടുകാരനോ പാടുമ്പോൾ നഷ്ടപ്പെട്ടു പോകും. അത് സംഗീതത്തിലേക്ക് കൂടുതൽ അവർ പ്രവേശിക്കും. അപ്പോൾ കവിതയുടെ ഒരു ഇത് മാറിപ്പോകും. അതുകൊണ്ട് ഞാൻ കവിതാലാപനത്തിലേക്ക് അങ്ങനെ കടക്കാറില്ല. ഇപ്പോൾ കവിത എഴുതാൻ എനിക്കിഷ്ടമാണ്, പക്ഷേ കവിത ആലപിക്കാറില്ല ഞാൻ. മറ്റുള്ളവർ ആലപിക്കുക, അതിന് വേറൊരു ശൈലിയുണ്ട്. ബൈജു കേട്ടിട്ടുണ്ടാവും, ഈ കവിത ആലപിക്കുന്ന ആൾക്കാരുടെ ഓപ്പൺ വോയിസ് ആണത്. അത് ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾക്ക് കിട്ടില്ല. അത് ആ ഓപ്പൺ വോയിസിൽ പാടിയ പിന്നെ ഞങ്ങൾക്ക് ഒരിക്കലും ഇങ്ങനെ പാടാനും പറ്റില്ല, മ്യൂസിക്കൽ സ്വീറ്റ് വോയിസിൽ പാടാനും പറ്റില്ല. പിന്നെ നമ്മൾക്ക് ഒരാൾക്ക് ഒരു കഴിവ് മാത്രമല്ല എന്ന് എനിക്ക് നല്ല നിശ്ചയമുള്ള ഒരാളാണ് ഞാൻ. കാരണം എനിക്ക് നാടകത്തിൽ അഭിനയിക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റുന്നുണ്ട്, നല്ലോണം പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊന്നും ഒരു ഗായിക എന്നുള്ള നിലയിൽ ചെയ്യണം എന്നുള്ള യാതൊരു നിർബന്ധമില്ല. പക്ഷേ ഇതൊക്കെ ഉണ്ടെന്ന് എനിക്ക് സ്വയം ഞാൻ മനസ്സിലാക്കി അതിനെല്ലാം ഉരച്ചൊരച്ച് മിനുക്കി എടുക്കുകയാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിലെല്ലാം ശോഭിക്കാൻ പറ്റി. ഇപ്പോഴും എന്നെ കമ്പയർ ചെയ്യാൻ വിളിക്കുന്നുണ്ട്, കാരണം എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് വളരെ മനോഹരമാണ്. അതുകൊണ്ട് തന്നെ
സ്റ്റേജ് പ്രസൻറ്റേഷൻ ഞാൻ നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണ്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിലുള്ള കഴിവ് നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് വീണ്ടും വീണ്ടും വളർന്നുകൊണ്ടിരിക്കാൻ സാധിക്കും. ഇത് എനിക്ക് കിട്ടിയ ഈ വാക്ക് എൻ്റെ അച്ഛനിൽ നിന്ന് കിട്ടിയതാണ്. നമ്മൾ മരിക്കുന്നവരെ പഠിച്ചുകൊണ്ടിരിക്കണം, വളർന്നുകൊണ്ടിരിക്കണം. ഇത് എല്ലാവർക്കും കൊടുക്കാവുന്ന നല്ലൊരു മെസ്സേജാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആരും അങ്ങനെ ഇനിയിപ്പോൾ ഇത്രയൊക്കെ കാലമായില്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, ഒന്നും ചെയ്യാനൊന്നുമില്ല, വെറുതെ ഇരിക്കാം, അല്ലെങ്കിൽ ഇനി പെൻഷനൊക്കെ കിട്ടി അങ്ങനെ സുന്ദരമായിട്ട് ഇരുന്ന് പോവാം, അല്ലെങ്കിൽ വേറെങ്കിൽ കുറേ ടൂറൊക്കെ നടന്ന്, അങ്ങനെയല്ല. നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള ഒരു ഇത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തെ കൂടുതൽ ഉപയുക്തമാക്കാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. വായനാശീലം ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് അതൊരു വലിയ ഉപകാരമായി. എനിക്ക് നല്ല ഭാഷയിൽ സംസാരിക്കാനും നല്ല ഭാഷ ശുദ്ധിയോടുകൂടി, അപ്പോൾ അതിന് എല്ലാത്തിനും പ്രധാനമായിട്ട് എനിക്ക് ഏറ്റവും ഓർമ്മ വരുന്നത് എൻ്റെ അച്ഛനും അമ്മയും സംസാരിക്കുമ്പോൾ നല്ല ഭാഷയിൽ സംസാരിക്കണം, അക്ഷരസ്ഫുടതയോടുകൂടി സംസാരിക്കണം, കേൾക്കുന്നവർക്ക് വ്യക്തമാകുന്ന വിധത്തിൽ സംസാരിക്കണം. ചെറുതിലെ വളരെ കുഞ്ഞ് പഠിക്കുമ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞു തരുമായിരുന്നു, അമ്മയും പറയുമായിരുന്നു. അതുപോലെ എൻ്റെ അമ്മ പ്രോപ്പർ കൊച്ചിയാണ്. കൊച്ചി സ്ലാങ് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, എല്ലാവർക്കും അറിയാവുന്ന, എല്ലാവരും ഇങ്ങനെ പരിഹസിക്കുന്ന ഒരു സ്ലാങ് ആണല്ലോ. പക്ഷെ അമ്മ അന്ന് തന്നെ പറയുമായിരുന്നു, നീട്ടിക്കുറിക്കൊന്നും സംസാരിക്കരുത്, അങ്ങനെ സംസാരിക്കുന്നത് ശരിയാവില്ല, അതുകൊണ്ട് നല്ല ഭാഷയിൽ സംസാരിച്ച് ശീലിക്കണം. അച്ഛൻ അതുപോലെ തന്നെ സംസാരിക്കുമ്പോൾ കേൾക്കാവുന്ന ആൾക്കാർ എന്ന് ചോദിപ്പിക്കരുത്, രണ്ടാമത് പറയിപ്പിക്കരുത് നമ്മളെ കൊണ്ട്. നമ്മൾ വ്യക്തമായിട്ട് തന്നെ പറയാം, ഇല്ലെങ്കിൽ പറയണ്ട. അങ്ങനെയാണ് അച്ഛൻ്റെ ഒരു ഇത്. അങ്ങനെ അച്ഛനിൽ നിന്ന് കിട്ടിയ ഒരു ഇൻസ്ട്രക്ഷൻ എനിക്ക് വളരെ ഉപകാരമായിരുന്നു. അങ്ങനെ ഞാൻ നല്ല ഭാഷാശുദ്ധിയോടുകൂടി ഇപ്പം നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും, ഞാനിപ്പോൾ എന്നൊക്കെ പറയുന്നത് ശുദ്ധി എന്നൊക്കെ പറയാം, അങ്ങനെ തന്നെ പറയുള്ളൂ. എവിടെ അങ്ങനെ തന്നെ പറയുള്ളൂ. അത് സ്റ്റേജിൽ വരുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ മതി എന്നുള്ള വിധത്തിലല്ല. സാധാരണ സംസാരിക്കുമ്പോൾ തന്നെ അക്ഷരങ്ങൾ അതേ ഇതിൽ പ്രൊനൗൺസിയേഷനിൽ പറയാമെന്നുള്ളത് ഒരു നിർബന്ധമായിട്ട് സൂക്ഷിച്ചു. അതുകൊണ്ട് എനിക്ക് വലിയ ഉപകാരമായി. പിന്നെ പാടുമ്പോൾ നമുക്കുണ്ടല്ലോ ഒരു അക്ഷരശുദ്ധിയോടുകൂടി പാടണം എന്ന്. അങ്ങനെ ഇതിൽ വന്നപ്പോൾ ശബ്ദത്തെ എങ്ങനെ നിയന്ത്രിച്ചെടുക്കാം. ഇപ്പോൾ ബൈജു ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരുവാണിപ്പോൾ. അതായത് റേഡിയോയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ റേഡിയോ ഒരു അതിശയകരമായൊരു മാധ്യമമാണ്. കാരണം ശബ്ദം കൊണ്ട് മാത്രം ഒരാളെ നമ്മളെ ഒരു അട്രാക്റ്റ് ചെയ്യണം. അതായത് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ 1000-10,000 ലിസണേഴ്സിൻ്റെ ഹൃദയം നമ്മൾ എടുക്കുന്നത് നമ്മുടെ ശബ്ദത്തിലൂടെ മാത്രമാണ്. നമ്മൾ കാണുന്നേ ഇല്ല. അവർ എന്ത് കളറാണ്, എന്ത് രൂപമാണ്, എങ്ങനെയാണെന്നൊന്നും അറിയാതെ ഒരാളുടെ ശബ്ദം കൊണ്ട് മാത്രം. അപ്പോൾ അത് ഈ മൈക്കിൽ കൂടി എങ്ങനെയാണ്, ഇതെല്ലാം ഞാൻ ഇപ്പോൾ പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ, മാറി നിന്ന് സംസാരിക്കുകയാണ് ഞാനിപ്പോൾ. പക്ഷെ അന്ന് സംസാരിക്കുമ്പോൾ എനിക്കിതൊന്നും ബോധ്യമല്ല. ഞാൻ സംസാരിക്കില്ല, ചുമ്മാ സംസാരിക്കില്ല, പ്ലസൻ്റായിട്ട് സംസാരിക്കൽ മാത്രം. പക്ഷെ അതിൽ ശബ്ദത്തിൻ്റെ മോഡുലേഷൻ ഒക്കെ എനിക്ക് പ്രാക്ടീസ് ആയത് ഞാൻ തന്നെ പ്രാക്ടീസ് ചെയ്തെടുത്താണ്. എന്നെ ആദ്യം ഞാൻ ജോയിൻ ചെയ്തപ്പോൾ ഞങ്ങളുടെ പ്രോഗ്രാം ഹെഡോട് പറഞ്ഞിരുന്നു, ഞങ്ങൾക്കൊരു ട്രെയിൻഡ് നല്ല എക്സ്പീരിയൻസ്ഡ് അനൗൺസർ കൊണ്ടുവന്നിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്താൽ വലിയ ഉപകാരം ഉണ്ടായിരുന്നു, തിരുവനന്തപുരത്തു നിന്നോ തൃശ്ശൂരിൽ നിന്നോ വല്ല. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അതൊന്നും പറ്റില്ല, നിങ്ങൾ തനിയെ പഠിച്ചോളണം എന്ന് പറഞ്ഞു. ശരി, ഞങ്ങൾ തനിയെ പഠിച്ചോളാം. ഞാനത് ഉറപ്പിച്ചെടുത്തു. അന്ന് പിന്നെ ഇതിന്ന് എനിക്ക് തന്നെ പഠിപ്പിച്ചെടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പ്രാക്ടീസ് ചെയ്തത്. എന്നും പ്രാക്ടീസ് ചെയ്യും, ഇന്നും ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വെറുതെ ഒരു കാര്യമില്ല. എന്നാലും വായന ഉറക്കെ ചിലപ്പോൾ വായിക്കും, ചിലപ്പോൾ. കാരണം ഞാൻ എപ്പോഴും റെഡി ആയിരിക്കണം. അതായത് എനിക്ക് എപ്പോൾ ഒരു ചാൻസ് വരുമ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യാറില്ല, അതുകൊണ്ട് എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയേണ്ട ആവശ്യം എനിക്കില്ല. ഇപ്പോഴും ഐ ആം ഡൂയിങ്. ഞാൻ കമ്പയർ ചെയ്യുന്നുണ്ട്, നറേഷൻ വായിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഞാൻ പിന്നീട് പറയാം. നമ്മളെപ്പോഴും റെഡി ആയിരിക്കണം. ഞാൻ ഇപ്പോൾ ബൈജു ഒരു ഡ്രാമ ആർട്ടിസ്റ്റാണല്ലോ. പക്ഷേ ബൈജു കുറേ നാൾ ഡ്രാമ ഇല്ലെന്ന് ഓർത്ത് വെറുതെ ഇരുന്നാലും നടക്കില്ല. എപ്പോഴെങ്കിലും ഒരു ഡ്രാമ വന്നാൽ ബൈജു എന്ത് ചെയ്യും, അതിൽ നിന്ന് ടച്ച് പോവില്ല. അതല്ല, നമ്മൾ റെഡി ആയിരിക്കുക. നമ്മുടെ ഡയലോഗൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, നല്ല പോലെ വായിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഡ്രാമയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക, ഇല്ലേ? അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല, അത് മാറാലെ പിടിച്ച് പോവും. അത് പറഞ്ഞ പോലെ ഞാനിത് ഇപ്പോഴും അപ്പോഴും എന്നും പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. 28 വർഷം ഞാൻ ആ ജോലി ചെയ്തെങ്കിലും ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി. പിന്നെ വായനാശീലം തുടർന്നതുകൊണ്ട് എനിക്കതിന് ഏറ്റവും നല്ലൊരു അനൗൺസറായിട്ട് വളരാൻ പറ്റി. എനിക്ക് എങ്ങനെ അതിൻ്റെ ശബ്ദ മോഡുലേഷൻ എങ്ങനെ ചെയ്യാൻ പറ്റി എന്നെല്ലാം ഞാൻ സ്വയം പ്രാക്ടീസ് ചെയ്തെടുക്കുകയാണ്. എങ്ങനെ മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് എൻ്റെ ശബ്ദത്തെ എനിക്ക് അങ്ങനെ അവരുടെ ഹൃദയത്തിലേക്ക് അയച്ചു. ഞാൻ ചെവിയിലേക്കല്ല, ഹൃദയത്തിലേക്കാണ് അയച്ചത്. അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട്, എൻ്റെ ഹൃദയം കൊണ്ടാണ് ഞാൻ അവരോട് സംസാരിച്ചത്. അതുകൊണ്ടാണ് അവരുടെ ഹൃദയത്തിലേക്ക് എനിക്ക് ഇറങ്ങാൻ പറ്റിയത്. ചുമ്മാ ഒരു ചെവിയും വായു ആയിരുന്നില്ല ഞങ്ങൾ തമ്മിലുള്ള ബന്ധം, ഹൃദയബന്ധമായിരുന്നു. അതാണ് ആകാശവാണിയായിട്ടുള്ള എൻ്റെ ഒരു ബന്ധം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇത്രയും ജനങ്ങൾ എനിക്ക് അത് ഇപ്പം മാറിയെന്ന് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയത്. അങ്ങനെ ചെയ്തതുകൊണ്ടാണ്. അല്ലാതെ ചുമ്മാ ഞങ്ങൾക്ക് 31-ാം തീയതി ശമ്പളം കിട്ടുമോ, എന്ത് ആകാശവാണി കൊച്ചി ഇപ്പോൾ അങ്ങനെയല്ല. ഹൃദയത്തിൽ നിന്നാണ് വന്നിരുന്നത്. ആകാശവാണി കൊച്ചി.
ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഇത് ഞാൻ ഇവിടെ നിന്നാണ് എടുക്കുന്നത്, അല്ലാതെ ഇവിടെ നിന്നല്ല. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. ആ ശബ്ദത്തിൻ്റെ നമ്മൾ മൈക്കിൽ വരുമ്പോൾ ഏതെല്ലാം തരത്തിൽ എൻ്റെ ശബ്ദം, അതായത് വിവിധ പരിപാടികൾക്ക് വിവിധ ടോണിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു ചാറ്റിംഗ് പ്രോഗ്രാം ആണെങ്കിൽ, ഇപ്പോൾ ഞാൻ ആദ്യം ബൈജു എന്നെ വിളിച്ചപ്പോഴും ഒരു ഫോൺ കോൺവെർസേഷൻ നമ്മൾ വേറൊരു ടോണാണ് എൻ്റെ. ഇപ്പോൾ സംസാരിക്കുന്നത് വേറൊരു ടോണാണ്. പക്ഷെ ഞാനൊരു അനൗൺസ്മെൻറ്റ് കൊടുക്കുമ്പോൾ വേറൊരു ടോണാണ്. അതേസമയം ഒരു വാർത്ത വായിക്കുമ്പോൾ തികച്ചും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടോണാണ്. എൻ്റെ ഭാവം, എൻ്റെ മോഡുലേഷൻ, എൻ്റെ റെൻഡറിങ്, എൻ്റെ ലിപ് മോഷൻ എങ്ങനെ എടുക്കാം എന്നുള്ളത് ഞാൻ സ്വയം പ്രാക്ടീസ് ചെയ്തെടുത്തു. അങ്ങനെ എനിക്ക് അത് ഞാൻ അധികം അതിനുവേണ്ടി മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇതൊരു വലിയ സത്യമാണ്. അന്ന് എനിക്ക് അങ്ങനെ വന്നു. അത് ബ്ലെസ്സിങ് ആണ്, അതിന് ഒരു സംശയമില്ല. എനിക്കറിയില്ല അതെങ്ങനെ ഞാൻ ചെയ്തതെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇപ്പം തരുവാണെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ട് എനിക്ക്. പിന്നെ മൈ വോയിസ് ഈസ് വെരി യങ്. അതുകൊണ്ട് എനിക്ക് ഭാഗ്യം, അതൊരു ഭാഗ്യമാണ്.